കെ എം ആന്റണി, ഇപ്പോൾ ഇഡിയും അന്വേഷണത്തിന് എത്തുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. പോലീസിനെ സംബന്ധിച്ച് വിവിധ ജില്ലകളിൽ ഈ പറഞ്ഞതുപോലെ വസീഫ് പറഞ്ഞ പോലെ ഒരിടത്ത് 2000 പരാതികളാണ്. ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണം അത്രയധികം വരുന്നു. അത് മാത്രമല്ല, അത് അരിച്ചരിച്ച് ഇയാളിലേക്ക് എത്താൻ തന്നെ ഒരു ഘട്ടം വരും. അപ്പോൾ അതിൽ തന്നെ ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നത്, ആരൊക്കെയാണ് അറിയാതെ അതിൻ്റെ ഭാഗമായത് എന്ന് തിരിച്ചറിയൊക്കെ വളരെ ഒരു സങ്കീർണമായ കാര്യമാണ്. അത് ഈ പോലീസിനെ കൊണ്ട് എത്ര വേഗത്തിൽ സാധ്യമാകുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് ശരിയായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൽ കൃത്യമായിട്ടും ഇതിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്താൻ സാധിക്കും. കാരണം ഇയാൾ നടത്തുന്നത് തട്ടിപ്പല്ല എന്ന് ഇപ്പോഴും പറയുന്ന ആളുകളുണ്ടെങ്കിൽ, നേതാക്കളായിക്കോട്ടെ മറ്റാരും ആയിക്കൊള്ളട്ടെ, ഇയാൾ തട്ടിപ്പല്ല നടത്തുന്നതെന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം. കാരണം അവർക്ക് എന്താണ് ഇത്രമാത്രം ഉത്തരവാദിത്തം എടുത്തിട്ട് അവർ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനിയും ജനങ്ങളെ പറ്റിക്കാം, അല്ലെങ്കിൽ പറ്റിച്ചത് വഞ്ചനയല്ല അല്ലെങ്കിൽ തട്ടിപ്പല്ല എന്നുള്ള ആ രീതിയിലേക്ക് അവർ പ്രചരിപ്പിക്കുന്ന പോലെ തന്നെ തോന്നും. മാത്രമല്ല, അയാൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് ജീപ്പിലിരുന്ന് പറഞ്ഞത് ഞാൻ പൈസ എല്ലാം തിരികെ കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇത് രണ്ടും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് പ്ലാൻ ചെയ്ത് തന്നെ അയാൾ എല്ലാത്തിൻ്റെയും തിരക്കഥ ആദ്യമേ എഴുതിക്കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് പോലീസ് ജീപ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞത്? കാരണം പരാതിയുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കേരളമൊട്ടാകെയുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾ ആ പറയുന്ന വാക്കിനെ വിശ്വസിച്ച് ആരെങ്കിലും പോകാതിരിക്കുന്നുണ്ടെങ്കിൽ അത്രയും കേസുകൾ കുറയട്ടെ, അല്ലെങ്കിൽ അയാൾ ആ പറയുന്ന വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് കുറേ ആളുകളെങ്കിലും പരാതിക്ക് പോകാതെ ഇയാൾ ഇനിയും ബൈക്കോ അല്ലെങ്കിൽ തയ്യൽ മെഷീനോ ഒക്കെ കൊടുക്കുമെന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഈ ശ്രീമതി പ്രമീള പറയുന്നത് കേട്ടിട്ട് അത് ഈ പറഞ്ഞ കേരളത്തിലുള്ള മുഴുവൻ ഈ ഫീൽഡ് പ്രൊമോട്ടേഴ്സിൻ്റെയും ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവർ ആർജവത്തോടുകൂടി ആ പരാതിയുമായി മുന്നോട്ട് പോയത് കൊണ്ടാണ്. എന്നിട്ടും പല പ്രതിസന്ധികളുമുണ്ട്. കാരണം പോലീസ് പറഞ്ഞു നിങ്ങൾ അല്ലെ പ്രമീള ദേവിയോ അല്ലെ സീഡ്സ് സൊസൈറ്റിയോ പരാതി കൊടുത്തെങ്കിൽ മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അനന്തകൃഷ്ണൻ്റെ പേരിൽ എന്നുള്ളത്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം അനന്തകൃഷ്ണൻ നേരിട്ട് ഈ പറയുന്ന പരാതിക്കാരികളുടെയോ അല്ലെ പൈസ അടച്ച ആളുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരുടെ കയ്യിൽ നിന്ന് പൈസ കൈപ്പറ്റിയിട്ടുമില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് പോലീസിന് ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വരാൻ സാധിക്കും. കാരണം ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സാക്ഷികളുണ്ട്, ഈ കാശ് പോയതിന് സാക്ഷികളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ആ 20,000-ഓളം എഗ്രിമെൻറ്റുകൾ ഒപ്പിട്ടു ഞാൻ തയ്യാറാക്കിയെന്ന് അഭിഭാഷക പറയുന്നുണ്ട്. അപ്പോൾ 20,000-ഓളം ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ തട്ടിപ്പിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻസിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ പ്രോമിസറി നോട്ടുണ്ട്, എഗ്രിമെൻ്റ് ഉണ്ട്, പിന്നെ മറ്റ് ഏതൊക്കെയോ രേഖകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രേഖകൾ പ്രകാരം ഒരു കൈമാറ്റം പണത്തിൻ്റെ നടന്നിട്ടുണ്ടെങ്കിൽ അത് സിവിൽ കേസാണ്. അത് തട്ടിപ്പാണെന്ന് തെളിയിച്ചു കൊണ്ടുവരാൻ പോലീസ് നന്നേ പാടുപെടേണ്ടി വരും. കാരണം ഇത് സിവിലായിട്ടുള്ള കേസാണോ ക്രിമിനൽ കേസാണോ എന്നുള്ള തർക്കം ഇതിൻ്റെ വരും ദിനങ്ങളിൽ ഉണ്ടാവും. അത് അയാൾക്ക് ജാമ്യം കിട്ടുന്നതിനും അതുപോലെ തന്നെ ആ കേസിൻ്റെ നിലനിൽപ്പിനും അത് ദോഷകരമായിട്ട് തന്നെ ഭവിക്കുകയും ചെയ്യും. അപ്പം പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇവിടെ രാഷ്ട്രീയമൊന്നുമല്ല, CSR ഫണ്ട് ആയതുകൊണ്ടാണ് BJP-ക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. ഇയാൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നയാളാണ്. തട്ടിപ്പിൻ്റെ ബുദ്ധിയുമായിട്ട് രംഗത്ത് പ്രവേശിച്ച് ഇത്ര ആളുകളെ ഒരുമിച്ച് പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാളെ അഴിക്കുള്ളിലാക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. അത് നടക്കും തന്നെയാണ്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്, പോലീസ് വിപുലമായിട്ട് അന്വേഷിക്കും. അതുപോലെ തന്നെ മണി ലോണ്ടറിങ് ഇതിനകത്ത് നടന്നിരിക്കുന്നു. 1000 കോടിയിലധികം പണം ഇതിനകത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. യാതൊരു അർഹതയുമില്ലാത്ത അല്ലെങ്കിൽ യോഗ്യനല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരാളുടെ വശം ഇത്രയും പണത്തിൻ്റെ ഇടപാടുകൾ നടക്കുകയും തട്ടിപ്പ് നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ED അതിനകത്ത് വരും. ED വന്ന് അതിന്റെ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തും. അല്ല, ഇതിലിപ്പോൾ ദേശീയ സ്വഭാവമുള്ള NGO-കളുടെ പേരുകളാണ് ഇതിൽ ചേർത്തിരുന്നത്. ഇയാൾ പല സ്ഥലങ്ങളിലും തുടങ്ങിയ NGO-കളുടെ പേര് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഇതിന് കീഴിൽ തന്നെ 62 സൊസൈറ്റികൾ എന്നുള്ളതാണ്. ഈ പേരൊക്കെ കേട്ടുകഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നും. അതിന് ഒന്ന് ബലമേകാൻ മോദിക്കൊപ്പമുള്ള ചിത്രമുണ്ട്, പ്രധാനപ്പെട്ട BJP നേതാക്കൾക്കൊപ്പമുള്ള ചിത്രമുണ്ട്, സായിഗ്രാമിൻ്റെ പ്രതിനിധിയുമായിട്ട് ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ AN രാധാകൃഷ്ണനെ പോലുള്ളവർ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഇരയാണെന്ന്.
യഥാർത്ഥത്തിൽ ഇതിൽ കൂടെ നിന്ന രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെയാണ് ഇരകളാകുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.